ഹായ് മുത്തുമണികളെ, ഇറ്റൂസ് വ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ ചങ്കുകൾക്കും സ്വാഗതം. ഇന്ന് സംക്രമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അമ്പലത്തിൽ കാവിൽ പോയിട്ടുള്ളത് കേട്ടോ. വീടിൻ്റെ അടുത്തുള്ള കാവിൽ പോയിട്ടാണുള്ളത്. ഇന്ന് രാവിലത്തെ ജോലികളൊക്കെ നേരത്തെ കഴിഞ്ഞു കേട്ടോ. ഇന്ന് പുട്ടും ചെറുപയർ കറിയാണ് ഉണ്ടാക്കിയത്. ചായയൊക്കെ കുടിച്ച് വീടെല്ലാം അടിച്ചു വാരി ക്ലീനാക്കിയിട്ടു. അപ്പോഴേ ഇന്ന് ഫുഡ് വേണ്ട, ഇന്ന് നല്ല ചോറും കറിയും ഉണ്ട് കാവിൽ. അപ്പം അവിടെ നിന്നാണ് ഇന്ന് ഫുഡ്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ അടുക്കളക്ക് ലീവാണ് കേട്ടോ. അടുക്കളക്ക് ലീവ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു വലിയൊരു സമാധാനം അല്ലേ. എന്നീ അടുക്കളയിൽ ഇരുന്ന് തുഴയല്ലേ ഇന്ന്. അപ്പോൾ നമ്മൾ പച്ചക്കറി തോട്ടത്തിലേക്കൊന്ന് ഇറങ്ങിയതാ കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വൈകുന്നേരങ്ങളിൽ മഴ കിട്ടുന്നത് കൊണ്ട് വെള്ളം നനക്കേണ്ട പണിയില്ല. എന്താ നമ്മളെ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ ചാണകം, ചെറിയൊരു പശുക്കുട്ടിയുണ്ട്. അപ്പോൾ ചാണകത്തിന് ക്ഷാമമില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നത് വെച്ചാൽ ചാണകം ഇങ്ങനെ പശുവിൻ മൂത്രവും ചാണകമൊക്കെ ഇങ്ങനെ വെള്ളം മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കും കേട്ടോ. ചില ചെടികളൊന്നും ഇവിടെ അങ്ങനെ ഉണ്ടാവില്ല, പക്ഷെ പച്ചക്കറികൾ നട്ടിട്ട് ഉണ്ടാവാറുണ്ട്. കണ്ട വെണ്ടയ്ക്കെല്ലാം കണ്ട മോനെ, എന്താ വേണ്ട നീ? എന്ത് 2-3 ഒരാൾ പോകുന്നുണ്ട്. വേഗം വാട്ടാ. പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ കുറച്ച് വെണ്ടയ്ക്കയും ചീരയും നട്ടിട്ടുണ്ടായിരുന്നേ. ചീര ഒരു 2-3-4 തവണയായിട്ട് നമ്മൾ പൊട്ടിച്ച് എന്താ എടുക്കുന്നുണ്ട്. 2-3 വട്ടമായിട്ട് പൊട്ടിച്ച് വറവുണ്ടാക്കി കേട്ടോ. ഏട്ടന് രാവിലെ എണീറ്റിട്ട് ഇവിടെ വന്നിട്ട് ചീര പൊട്ടിക്കണം കേട്ടോ. ഡെയിലി ഇതാ പരിപാടി മൂപ്പർക്ക്. ഇവിടെ വെണ്ടയ്ക്ക ഉണ്ടാവണം അത്ര. നമ്മൾ പന്നിച്ചേട്ടൻ വരാത്തതുകൊണ്ടാട്ടോ ഇതെല്ലാം ഇങ്ങനെ ബാക്കിയായത്. ഇല്ലെങ്കിൽ മൂപ്പരാൾ തിന്നിട്ട് പോയിണ്ടാവും. ഒന്നും നട്ടിച്ച് ബാക്കി ഉണ്ടാവില്ല ഇവിടെ. പിന്നെ അടുത്ത് നമ്മളെ പയറ് വർഗ്ഗത്തിൻ്റെ അടുത്തേക്കാട്ടാ. പയറ് വർഗ്ഗമൊന്നും പറയാനില്ലേ, ഒരു പയറല്ലോ കണ്ട. പയറിൻ്റെ നീളം കണ്ട. എന്താ കോട്ടപ്പയർ എന്നാണ് ഇവിടെ പറയാം, വള്ളിപ്പയർ എന്നും പറയും അല്ലേ. പയറുണ്ടായിട്ടുണ്ടോ? ഡെയിലി വൈകുന്നേരം വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. രാവിലെയും വൈകിട്ടും വെള്ളം ഇല്ലാത്ത സമയം വരെ നമ്മൾ വെള്ളം കൊടുത്തിട്ടുണ്ട്. കണ്ട കിട്ടിയ മോനെ. കുറേ പയറ് പൊട്ടിക്കാനായിട്ടുണ്ട്. പിന്നെ ഇതെന്താണ്, ഇത് അതിനകത്തുള്ളൊരു ഗ്രീൻ വത്തക്കേൻ്റെതാന്ന് തോന്നുന്നു കേട്ടോ. വത്തക്ക ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ചീരാന്ന് വെച്ചാൽ നല്ല കളർ കേട്ടോ. ചോറിനകത്ത് പിന്നെ ഇടുമ്പോഴത്തേക്കും ചോറിൻ്റെ കളർ തന്നെ മാറും. ചില ചീരക്ക് അങ്ങനെ കളർ ഉണ്ടാവില്ല. ഇത് നല്ല ചീരയാണ്, അടിപൊളി ചീരയാണ്. ചോറൊക്കെ ഇങ്ങനെ എന്താ പറയുക ചുമന്ന് വന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ചീര. വീടല്ലേ നോക്കിയിട്ട് പോ. എങ്ങോട്ടേക്കാ? കൊണ്ടു കൊടുക്കുന്നേ. കാവിലേക്ക് ഊതുകത്തി വാങ്ങിയിട്ട് വന്നതാട്ടാ. ഊതുകത്തി കൊണ്ടു കൊടുക്കേ. അപ്പോഴിതാണ് ചങ്കുകളെ നമ്മുടെ പച്ചക്കറിത്തോട്ടം. കുഞ്ഞ് പച്ചക്കറിത്തോട്ടം കേട്ടോ. ഇത് നന്നായിട്ട് പയറുണ്ടായിട്ടുണ്ട് കേട്ടോ. കുറേ പറിക്കാനായിട്ടുണ്ട്. ഇതിൻ്റെ വിളവെടുപ്പ് അമ്മയാണ് കേട്ടോ. ഞാനങ്ങനെ കൈയെടുത്താറില്ല. അമ്മയും ഏട്ടനാണ് ഇവിടെ വന്ന് എന്താ പറയുക ചീര നുള്ളിയെടുക്കലും പയറ് പൊട്ടിക്കലും വെണ്ടക്ക പൊട്ടിക്കലൊക്കെ കേട്ടോ. പയർ ഇതുവരെ പറിച്ച് വറുക്കാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ. ഇനി പറിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ കുറച്ച് ചീര. എന്താ മോനെ വരുന്നേ? മോൻ വിളിക്കുന്നുണ്ട്. ഇവിടെയും കുറച്ച് ചീര ഉണ്ട് കേട്ടോ. ഇത് ആദ്യം ഫസ്റ്റ് കേട്ടതാ, ഫസ്റ്റ് പൊട്ടിച്ചേട്ടാ. നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് തൊടിയിലെ പച്ചക്കറി തോട്ടം എന്ന് പറയുന്നത് എന്താ പറയുക, ഇത് ഭയങ്കര സന്തോഷം നൽകുന്നൊരു കാര്യമല്ലല്ലേ. നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ട് വറുത്ത് തിന്നാന്നുള്ളത്. വരുന്നേ. അപ്പോൾ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളുമായി ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ മുത്തുമണികളെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ ചങ്ങളും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോക്ക് കാണും വരേക്കും ടാറ്റാ, ബൈ ബൈ.